ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പഴവും പാലും കൂടെ വെച്ചിട്ട് വെറും 1 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കപ്പലണ്ടിയാണ്. ഞാനിവിടെ വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കപ്പലണ്ടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ കാഷ്നട്ടോ ബദാമോ ഒക്കെ ചേർക്കാം. പക്ഷേ കപ്പലണ്ടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ചെറുപഴമാണ്. ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. പഴം ഇതുപോലെ അരിഞ്ഞിട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പഴം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. പഴത്തിനൊക്കെ ഓൾറെഡി മധുരമുണ്ട്, അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 2 വലിയ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഹോർലിക്സ് ആണ്. ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഏതെങ്കിലും കാപ്പിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടും ഇതിന്. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് പാല് തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് അതിൻ്റെ തരികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ഡ്രിങ്കിന് നന്നായിട്ടുണ്ടാവും. അതുപോലെ പഴത്തിൻ്റെയും അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ ഗ്ലാസ്സിൽ കുറച്ച് കപ്പലണ്ടി താഴെ ഇട്ട് കൊടുക്കാം. ഇത് കുടിക്കുന്ന സമയത്ത് അതുകൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. മുകളിൽ ഞാൻ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനായിട്ട് കിട്ടില്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്